Welcome to my channel. Today's topic computer language. ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പറ്റിയിട്ട്. എ കമ്പ്യൂട്ടർ റിക്വയർസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എവറി ആക്ഷൻ, സോ ഇറ്റ് റിക്വയർഡ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് us. എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് ആൾസോ കാൾഡ് as പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് കാൾഡ് as പ്രോഗ്രാം. പീപ്പിൾ ഹു ഡു ജോബ് ഓഫ് പ്രോഗ്രാമിംഗ് ആർ ദി പ്രോഗ്രാമേഴ്സ്. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ മനസ്സിലാവണം, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. അതാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഇത് മറ്റൊരു പേരാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് 5 തരത്തിലുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ മെഷീൻ ലാംഗ്വേജ്, സെക്കൻഡ് അസംബ്ലി ലാംഗ്വേജ്, തേർഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് ആൻഡ് ഫിഫ്ത്ത് വൺ നാച്ചുറൽ ലാംഗ്വേജ്. ഇതൊരു ചെറിയ ഡയഗ്രാമാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പറ്റിയിട്ട്. അതായത് 2 തരത്തിലുള്ള ലാംഗ്വേജസ് ആണ്, ലോ ലെവൽ ലാംഗ്വേജും സെക്കൻഡ് വൺ ഹൈ ലെവൽ ലാംഗ്വേജും. ഈ ലോ ലെവൽ ലാംഗ്വേജിൻ്റെ അണ്ടറിലാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറും വരുന്നത്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് മെഷീൻ ലാംഗ്വേജ് വന്നത്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് അസംബ്ലി ലാംഗ്വേജ് വന്നത്. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് 3 ഉള്ളത്, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറും ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറും ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറും. ഇതിൽ തേർഡിലാണ് ഹൈ ലെവൽ ലാംഗ്വേജും, ഫോർത്ത് ജനറേഷനിൽ വെരി ഹൈ ലെവൽ ലാംഗ്വേജ്, ഫിഫ്ത്ത് ജനറേഷനിൽ നാച്ചുറൽ ലാംഗ്വേജസ് ആണ് വന്നത്. ഇനി മെഷീൻ ലാംഗ്വേജ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ബൈ എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് ഇൻ ബൈനറി ഫോം, ദാറ്റ് ഈസ് zeros and ones. Understanding and learning a machine language is not a simple process. It will be very difficult for developing programs and for complex problem solving. Machine language has a dual benefits: high speed and very low memory utilization. It is exclusively machine dependent. It regarded as low level language. അതായത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. കാരണം ഇതിൽ ബൈനറി ഫോംസ് ആയ വൺസും സീറോസും യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ അതുപോലെ തന്നെ പഠിക്കാനോ സാധിക്കാത്ത ഒരു ലാംഗ്വേജാണ്. ഇതിൽ 2 ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ ഹൈ സ്പീഡ് ആയിരിക്കും, അതുപോലെ തന്നെ ലോ മെമ്മറി യൂസേജാണ് നടക്കുന്നത്. ഇതൊരു മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ അസംബ്ലി ലാംഗ്വേജ്. Mnemonic codes or symbols are applied instead of zeros and ones. Symbolic memory addresses are used for data to get easily. Writing and understanding programs in assembly language is easy than that of machine language. Only computer specialists can use the assembly language. It requires less instruction to get the result as compared to machine language. This language is also machine dependent. അതായത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സീറോസും വൺസാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സും ലെറ്റേഴ്സും സിമ്പിൾസൊക്കെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഇത് എന്നാലും നമുക്ക് കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിക്കാണ് കൂടുതൽ കുറച്ച് മനസ്സിലാവുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടി മെഷീൻ ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, ആൻഡ് മെഷീൻ ലാംഗ്വേജിൽ എത്രത്തോളം ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത്ര തന്നെ ഇൻസ്ട്രക്ഷൻ ഇതിന് കൊടുക്കേണ്ടി വരുന്നില്ല, കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതും ഒരു മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ ലോഡാണെന്നും എ എന്ന് പറഞ്ഞാൽ ആഡ് ആണെന്നും സി കൊടുത്ത കമ്പയർ ആണെന്നൊക്കെ സിസ്റ്റത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. The translator program used to translate assembly language into machine language is known as assemblers. The program written in assembly language is known as source program. The program which gets converted into machine language by assembler is known as object program or object code. അതായത് ഇപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പെട്ടെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ല, അപ്പോൾ അത് മെഷീൻ ലാംഗ്വേജൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് അസംബ്ലേഴ്സ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന അസംബ്ലി ലാംഗ്വേജിന് പറയുന്ന മറ്റൊരു പേരാണ് സോഴ്സ് പ്രോഗ്രാം. അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള മെഷീൻ ലാംഗ്വേജിന് പറയുന്ന പേരാണ്, അസംബ്ലർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള മെഷീൻ ലാംഗ്വേജിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ടേക്ക് കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. കുറച്ച് കോംപ്ലക്സ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിനൊക്കെയാണ് കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാവുക. ഹൈ ലെവൽ ലാംഗ്വേജ്. സിമ്പിൾ ആൻഡ് യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. ദിസ് ലാംഗ്വേജ് ആർ ഡെവലപ്ഡ് ടു അലോ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അതായത് സിമ്പിളാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. നേരത്തെ 2 ലാംഗ്വേജ് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഇവിടെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്
കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആൾസോ നോൺ ആസ് തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എന്താണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റത്തിൽ സീറോസും വൺസും ആണെങ്കിൽ സെക്കൻഡ് ആയാലും അസംബ്ലി ലാംഗ്വേജിൽ ലെറ്റേഴ്സും അങ്ങനെ സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്താൽ ഇവിടെ തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്ത് കുറച്ചുകൂടി ടെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫോർമുല പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാക്കാനും പഠിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. High-level language permits user to use understandable codes using the language structure. It does not differ very much from English language, easy to find errors. It increases the productivity of the programmer. High-level language programs first need to get translated into machine language with the help of translated programs. അതായത് ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ എന്താണ് ഓൾമോസ്റ്റ് സിമിലർ ടു ടെക്സ്റ്റ് ആൻഡ് മാത്തമാറ്റിക്കൽ ഫോർമുലസ് പോലെയൊക്കെയാണ്. അതായത് ഇംഗ്ലീഷ് കറക്റ്റ് നമുക്ക് കുറച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഇംഗ്ലീഷ് പോലെ തോന്നിക്കുന്നത്. ഇംഗ്ലീഷിനെ നിന്ന് ഒരുപാട് വ്യത്യാസം ഇല്ലാത്ത ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ ഇവിടെ പറയുന്നത്. ഇത് എറേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ട്രാൻസ്ലേറ്റഡ് പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിൽ മാറ്റിയാലാണ് കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്ററിന് ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് ട്രാൻസ്ലേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇൻ്റർപ്രിറ്റർ, സെക്കൻഡ് വൺ കമ്പൈലർ. അപ്പോൾ ഇൻ്റർപ്രിറ്റർ എന്ന് നോക്കാം. With the help of this translator, high-level language program gets converted to machine language. ഇതിൻ്റെ സഹായത്തോടെ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ. ഇഫ് എനി എറർസ് ആർ ദർ ഇറ്റ് വിൽ ബി റിമൂവ് ഇൻസ്റ്റൻ്റ്ലി. ദിസ് ട്രാൻസ്ലേറ്റർ ഈസ് സ്ലോ ഇൻ എക്സിക്യൂഷൻ. അതായത് ഇവിടെ എന്താ നടക്കുന്നത്, ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാറ്റിയിട്ട് ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സ്ലോ എക്സിക്യൂഷൻ, സ്ലോ പ്രോസസ്സാണ്. അത്ര സ്പീഡ് ഇല്ല ഇതിന് ആർക്ക്, ഇൻ്റർപ്രിറ്റർക്ക്. ആൻഡ് കമ്പൈലർ ഇറ്റ് ആൾസോ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു എ മെഷീൻ ലാംഗ്വേജ്. ഇതും സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ദ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ വെരി ഫാസ്റ്റ്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ വെരി ഫാസ്റ്റാണ്. ഇതിന് ഹൈ ലെവൽ ലാംഗ്വേജസിന് കുറച്ച് എക്സാമ്പിൾസാണ് ബേസിക്, ഫോർട്രാൻ, കൊബോൾ, വിഷ്വൽ ഫോക്സ് പ്രോ, C++, ജാവ, എക്സെട്ര. Some of the disadvantages of high level languages are slower than low level language. ഡിസഡ്വാൻറ്റേജ് ആണ്, അതായത് ഡിമെറിറ്റ് ആണ്. ലോ ലെവൽ ലാംഗ്വേജിനേക്കാളും സ്ലോ ആണ്. അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജ് ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഹൈ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജിനേക്കാളും എഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ മോർ സ്പേസ് എടുക്കുന്നു ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇതൊക്കെയാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ്. ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷനാണ് എന്ത് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വെരി ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്ലോസർ ടു ഹ്യൂമൻ ലാംഗ്വേജ്, മെഷീൻ ഇൻഡിപെൻഡൻറ്റ്, ഇറ്റ് ഈസ് വെരി ഹൈ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ, ഹൈലി യൂസർ ഫ്രണ്ട്ലി, മിനിമൽ യൂസർ സ്കിൽ ഈസ് ഇനഫ് ടു ഒബ്റ്റെയിൻ റിസൾട്ട്. ഹ്യൂമൻ ലാംഗ്വേജ് പോലെ തന്നെയാണ്, മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഹൈ സ്പീഡാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. കുറച്ചൊരു അറിവുണ്ടായാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. മിനിമൽ യൂസർ സ്കിൽ ഈസ് ഇനഫ് ടു ഒബ്റ്റെയിൻ റിസൾട്ട്സ്. They are easier to use than third generation-നേക്കാളും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. These languages are usually used in combination with database. Examples ആണ് Python, Perl, Ruby, etc. Last one, natural languages. It is a fifth generation programming language. ആണ്. The natural language statement closely resemble human speech പോലെ തന്നെ. സീറോന്ന് തുടങ്ങിയതാണ് ഫസ്റ്റ്. മെഷീൻ ലാംഗ്വേജ് പറഞ്ഞാൽ സീറോസും വൺസും ആയിരുന്നു. ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നാച്ചുറൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. These languages are designed to make the computer smarter. ഒരു സ്മാർട്ടാക്കി മാറ്റാൻ സഹായിച്ച ഒരു ലാംഗ്വേജാണ് നാച്ചുറൽ ലാംഗ്വേജ്. Languages are used in expert system. ഇപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് നാച്ചുറൽ ലാംഗ്വേജ്. താങ്ക് യു.